സൂയി റൂയി ജോ വരവെന്ന് പറഞ്ഞൊരു വരവില്ല. സൂയി റൂയി ചർച്ചിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ എറണാകുളം വിമതർക്ക് കിട്ടത്തില്ല. കാര്യം അവർ സഭയോടൊപ്പമല്ല, സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് ആനുകൂല്യം ഉള്ളത്, സഭയ്ക്കാണ് ആനുകൂല്യം ഉള്ളത്, അല്ലാതെ ലോഹയിട്ട തൊഴിലാളികൾക്കല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അച്യുതാത്മാ മഹ എന്നുള്ളതില് അത് പറഞ്ഞ് ഭീഷ്മാചാര്യരെ അല്ലല്ലേ, ഭീഷ്മനെ അല്ല വധിച്ചത്, ദ്രോണാചാര്യ വധിച്ചത്. ദ്രോണാചാര്യന്റെ മകനാണ്. അവിടെ നമ്മൾ തെറ്റിപ്പോയത്. അതാ ഈ തെറ്റിലൊക്കെയാണ് എറണാകുളത്തുകാരുടെ വിജയം എന്ന് പറയുന്നത്. കാര്യം അവന്മാർക്കോ വിവരമില്ല, നമ്മളും ഇങ്ങനെ തെറ്റ് പറയുമ്പം അതിൻ്റെ അകത്ത് ആശയക്കുഴപ്പം ഉണ്ടാവും. സത്യത്തിൽ ഇന്ന് ഞാൻ നാട്ടിൽ വന്നപ്പം അടുത്തെങ്ങും സീറോ മലബാർ ചർച്ചുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. ആയതിനാൽ ഞാൻ കനാനെ കത്തോലിക്ക പള്ളിയിലാണ് പരിശുദ്ധ ബലിയർപ്പണത്തിന് പോയത്. സത്യത്തില് ഞാൻ അവിടുത്തെ പരിശുദ്ധ ബലിയർപ്പണവും അവിടെയുള്ള ആളുകളുടെ ആ സഹകരണവും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എറണാകുളത്തുകാർക്ക് ഒരു ഓപ്ഷനോട് ഇപ്പം ഉണ്ടായി. കാര്യം ഞാനിത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. എറണാകുളത്തെ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടേണ്ടത് കോട്ടയം രൂപതയുടെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു പള്ളിയോ അല്ലെങ്കിൽ അതിന്റെ തന്നെ ഒരു ഭാഗമോ എറണാകുളത്ത് വേണം ഞങ്ങൾക്ക്. കാര്യം ഇവന്മാർക്ക് അങ്ങനെ ആവശ്യപ്പെടാമെങ്കിൽ നമുക്കും ആവശ്യപ്പെടാം. കാര്യം ഈ എറണാകുളത്തെ സീറോ മലബാർ സഭയിൽ നിൽക്കുന്നതിനേക്കാൾ ഭേദം, കാര്യം എറണാകുളത്തെ സീറോ മലബാർ സഭ സ്പെഷ്യൽ സീറോ മലബാർ സഭയാണല്ലോ, അതിനും ഭേദം കത്തോലിക്ക കനാനെ ഗ്രൂപ്പിൽ പോകുന്നതാ. കാര്യം കോട്ടയം രൂപതയിൽ, കാര്യം അവിടെ പരിശുദ്ധ ബലിയർപ്പണം പരിപൂർണമായിട്ട് അവർ ചെല്ലുന്നത്. സിനഡ് അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം അതേ രീതിയിൽ വേമയും അൽത്താരിയും കൃത്യമായിട്ട് അവര് അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മർത്തോമ കുരിശിന്റെ ഉപയോഗമുണ്ട്. എനിക്ക് തോന്നുന്നു മർത്തോമാ ശ്രീയുടെ തിരുനാളൊക്കെ മറ്റുള്ള എറണാകുളത്തുള്ള പള്ളികളിലൊക്കെ നടത്തുന്നതിൻ്റെയൊക്കെ കെങ്കേമമായിട്ട് കോട്ടയം രൂപതയിൽ നടത്തുന്നുണ്ട്. അവർ കനാനക്കാരാണ്. അവരവരുടെ ചില ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നു എന്നല്ലാതെ മറ്റുള്ള പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സുറിയാനി സഭയുടെ ചരിത്രമൊന്നും വളച്ചൊടിക്കാറില്ല. അത് എൻ്റെ മനസ്സിൽ തോന്നി. ഇന്ന് ഞാൻ ആ പരിസ്ഥിതി ബലിയർപ്പണം കണ്ടപ്പോൾ, അല്ലെങ്കിൽ പരിസ്ഥിതി ബലിയർപ്പണത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ, കണ്ടതല്ല, ഞാൻ പങ്കെടുത്തപ്പോൾ തോന്നിയ ഒരു മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ് ഞാൻ പറയുന്നത്. സീറോ മലബാർ സഭ സുറിയാനി കത്തോലിക്ക സഭയാണ്, ഞങ്ങളാണ് പാരമ്പര്യത്തിൽ മുറുകെ നിൽക്കുന്നത്, ഞങ്ങൾ മറ്റവരെല്ലാം വിട്ടുപോയിട്ട് തിരിച്ചു വന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും, മലങ്കരക്കാരെ പറ്റിയും കനനക്കാരെ പറ്റിയൊക്കെ പറയുമ്പോഴും, സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം എല്ലായിടത്തും അല്ല കേട്ടോ, ഞാൻ എല്ലായിടത്തും പറയുന്നില്ല, ചങ്ങനാശ്ശേരിയിലും പാലായിലും ഒക്കെ അത് അതിസമ്പുഷ്ടമായിട്ട് തന്നെയാണ് നടക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുക. ഇപ്പൊ എറണാകുളം പോലുള്ള രൂപതകള്, തൃശ്ശൂർ പോലുള്ള രൂപതകള്, അല്ലെങ്കിൽ തലശ്ശേരി കണ്ണൂർക്കാരന്റെ രൂപത, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും, അല്ല ഡൽഹി, ഫരീദാബാദിലെ ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും ഇല്ല, പല സ്ഥലങ്ങളിലും അപൂർണമായിട്ട് ആണ് പരിസ്ഥിതി ബലിയർപ്പണം നടത്തുന്നത്. കാര്യം ഏകീകൃത ബലിയർപ്പണം എന്ന പേര് മാത്രമേ ഉള്ളൂ, അത് ഏകീകൃതമല്ല. പക്ഷെങ്കിൽ ഞാനിവിടെ കത്തോലിക്ക പള്ളി കണ്ടത് പൂർണ്ണമായിട്ടും ഏകീകൃത ബലിയർപ്പണം. എന്താണോ തക്സിയിൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിലുള്ള ആചാരങ്ങൾ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ട് ഭക്തിനിർഭരമായിട്ടാണ്. അപ്പൊ എറണാകുളംകാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇപ്പം വന്നു, ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ. കാര്യം ഇവന്മാർക്ക് സാത്താൻ കുർബാനയും ആളുകളുടെ വായിലൂടെ നോക്കി നിൽക്കാമെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണം പൂർണ്ണ പരിശുദ്ധ ബലിയർപ്പണമാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ തട്ടിലും നമ്മുടെ ഈ പാമ്പളാനി എന്ത് പറയുമെന്ന് അറിയാമല്ലോ. അപ്പം ഇതിനെ പെർമനന്റ് സിനഡ് അംഗമാണ് കോട്ടയം രൂപതര മെത്രാൻ, പുള്ളി അംഗീകരിക്കും. കാര്യം പുള്ളിക്ക് അവിടെ ഒരു ബ്രാഞ്ച് വരിക. ഇപ്പൊ ശരിക്കും അതൊക്കെ ചെയ്യേണ്ട കാര്യം. നമ്മളിപ്പം അവര് ബ്രാഞ്ച് വരുത്തുന്നുണ്ടോ, മെത്രാന് ലാഭമുണ്ടോ എന്നല്ല നോക്കട്ടെ. നമുക്ക് നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താ? പരിശുദ്ധ ബലിയർപ്പണം പൂർണ്ണ രീതിയിൽ നമുക്ക് കിട്ടുക, അത് സഭ അംഗീകരിച്ച ബലിയർപ്പണം. അതിനിപ്പോ ഇതേ നടക്കത്തില്ല, അല്ലെ പിന്നെ രൂപത മാറേണ്ടത്. ഇതാകുമ്പോൾ രൂപത മാറേണ്ട കാര്യമില്ല. എറണാകുളത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് ചങ്ങനാശ്ശേരി രൂപതയുടെ ഒരു ഭാഗം ഇവിടെ വേണമെന്ന് പറയാൻ സമ്മതിക്കത്തില്ല. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതേസമയം ഞങ്ങൾക്ക് കോട്ടയം രൂപതയുടെ ഒരു ഭാഗം വേണമെന്ന് പറയുന്ന ചിലപ്പോൾ ഇവർ അംഗീകരിച്ചേ പറ്റൂ. കാര്യം അത് കനാനയ രൂപതയാണ്, കത്തോലിക്ക കനാനിയ. ആ ഒരു ഓപ്ഷനോട് ഉണ്ട് എന്ന് ഞാനങ്ങ് പറഞ്ഞതാണ്. നമ്മൾ അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനർത്ഥം ഈ എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ പിശാചുക്കളെ ഒറ്റപ്പെടുത്താനും ഇവന്മാരെ സഭയിൽ ചവിട്ടി പുറത്താക്കാൻ, ഇവന്മാര് സഭയിൽ ഇല്ല, ഇവന്മാർ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ ഇവന്മാർ വെറും തുച്ഛവും വിരളമാണ്, ഇവന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സീറോ മലബാർ സഭ രക്ഷപ്പെടത്തില്ലെന്ന് ഈ ക്നാപ്പന്മാരെ ഈ സിനഡന്മാരെ മനസ്സിലാക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ച് സിനഡിന്റെ പെർമനന്റ് അംഗമാണ് കോട്ടയം രൂപതര മെത്രാൻ. ആ പുള്ളി ഇതിന് പൂർണ്ണമായിട്ട് സഹകരിക്കും. പിന്നെ ചങ്ങനാശ്ശേരി പാലാ രൂപതയുടെയും തൃശ്ശൂർ രൂപതയുടെയും മെത്രാനും ഇതിന് എതിർപ്പ് നിൽക്കത്തില്ല. കാര്യം എറണാകുളത്തെ പ്ലാമ്പളാനിയുടെ കൊണപ്പ് തന്ത്രം എങ്ങനെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ച് അവരും മിണ്ടാതിരിക്കും. അങ്ങനെ പൂർണ്ണമായിട്ടും ഇതിന് ഒരു അംഗീകാരം കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട്.
ഇത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരുക എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്കില്ല. എന്നെ പോലുള്ള ഒരു വിശ്വാസിക്കുമില്ല. നമ്മുടെ പ്രശ്നം എന്നാ 34 രൂപതകളുള്ള പോലെ തന്നെ എറണാകുളം രൂപതയിലും ഏകീകൃത ബലികൽപ്പനം പരിപൂർണമായിട്ട് നടക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള വെള്ളം ചേർക്കലോ കൂട്ടിക്കൊഴിച്ചലോ സമവായമോ പാടില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ സമവായം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ തന്നെ പാമ്പ്ലാനിയും തട്ടിലും ശപിക്കപ്പെട്ടവരാ, സാത്താന്റെ സന്തതികളെ രണ്ടും. അത് ദിവസവും ഞാനൊരു 10 പ്രാവശ്യം പറയും, അങ്ങനെയെങ്കിൽ ഇവന്മാരുടെ രണ്ടുപേരുടെ തലയിൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ട്, കർത്താവെ ഇവന്മാരുടെ രണ്ടുപേരുടെയും തലയിൽ സോദോം ഗോമോറയിൽ ചെയ്തതുപോലെ ഇടുത്തി വീഴ്ത്തണമേ, അങ്ങനെയെങ്കിലും സഭയെ രക്ഷിക്കണമേ എന്നാണ് കർത്താവിനോടുള്ള പ്രാർത്ഥന കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവ പ്രാർത്ഥന കേൾക്കുവാണ് നല്ലത്. നിന്റെ കർത്താവിന് വേറെ ഒരു ഉദ്ദേശമാണെന്ന് അറിയുന്നില്ല. അതിനെപ്പറ്റി അദ്ദേഹം ഒന്നും എനിക്ക് വെളിപ്പെടുത്തി തന്നുമില്ല. വെളിപ്പെടുത്തി തരാത്തത്തോളം കാലം ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഇവന്മാരുടെ രണ്ടുപേരുടെയും തലയിൽ ഇടുത്തി പോണേന്ന്. അതുവഴി എന്റെ തല ഇടുത്തി വീണാലും കുഴപ്പമില്ല. അങ്ങനെ സഭ രക്ഷപ്പെടുന്നു.